വി എസ് അച്യുതാനന്ദൻ ഇഫക്റ്റീവായിട്ട് ഫീൽഡിലുണ്ടായിരുന്ന കാലഘട്ടം വരെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആൾക്കാരൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒന്നുകിൽ വ്യത്യസ്ത ചേരികളിലേക്ക് പോവുകയോ ചിലരൊക്കെ തന്നെ അപ്രസക്തരാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലരും, ഞാൻ പേരുകൾ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ വി എസ് ഒരു കുറച്ച് ഇടതുപക്ഷം പണ്ടേ പറഞ്ഞത് ശബ്ദമുയർത്തുമായിരുന്നു ചില വിഷയങ്ങളിലൊക്കെ. ഇപ്പം ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, അതിനൊക്കെ എതിരായിരുന്നു വി എസ്. അപ്പോൾ ആ ശബ്ദവും കൂടെ അസ്തമിച്ചതോടുകൂടി ഇടതുപക്ഷ ചിന്താഗതി പോലും അതിനകത്തില്ലാതായി. അതോടുകൂടി ഈ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരമായിട്ട് CPM മാറി. ആ സമയത്ത് ആദർശത്തിൽ മുറുകെ പിടിക്കുന്നവരൊക്കെ തന്നെ ഓൾട്ടർനേറ്റീവ്സ് നോക്കി തുടങ്ങി. സ്വാഭാവികമായിട്ടും ഒരു കേഡർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു കേഡർ പ്രസ്ഥാനത്തിലേക്ക് ഇഷ്ടപ്പെടാനായിട്ട് സാധ്യത കൂടുതൽ. അപ്പോൾ ആശയപരമായിട്ടൊക്കെ ഭിന്നത ഉണ്ടെന്നെങ്കിലും പ്രവൃത്തി ശൈലിയിലൊക്കെ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ പശ്ചാത്തലം എനിക്കറിയില്ല, എന്നോടൊപ്പം കോളേജിലൊക്കെ പഠിച്ചതിൽ ഒരുപാട് ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരുണ്ട്. SFIക്കാർ ഒരുപാട് ഒരു മാധ്യമ രംഗത്തുണ്ട്. ഞാൻ പേര് പറഞ്ഞാൽ എല്ലാവരും പ്രഗത്ഭരാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യധാരയിൽ എനിക്ക് നേരെക്കുറലെല്ലാം ഞങ്ങൾ കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ചത്. അവരൊക്കെ തന്നെ SFIയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ലഹർ അവർക്ക് പിന്നീട് വന്നപ്പോൾ കേരളത്തിൽ CPM പ്രത്യേകിച്ച് തുടർഭരണം വന്നതോട് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിന് നല്ലൊരു ശതമാനം ആൾക്കാരും ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ CPM രാഷ്ട്രീയത്തോട് വിയോജിപ്പാണ്. ഞങ്ങളുടെ കോർപ്പറേഷൻ ഭരണം വരുന്നതിൽ അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ, സത്യസന്ധരായ നിരവധി ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് അവിടെ നടന്ന ഇടതുപക്ഷ നേതൃത്വത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് വോട്ട് ചെയ്ത നിരവധി ഇടതുപക്ഷ അനുഭാവികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, ഞങ്ങൾ തോൽപ്പിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിമാരെയാണ്. കഴിഞ്ഞ 2015-20 നിങ്ങളെടുത്ത് നോക്ക്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളെന്ന് പറയുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കടകംപള്ളി വാർഡ് ഞങ്ങളിപ്പോൾ ജയിച്ചു. ഇടതുപക്ഷ ചിന്താധികാർ വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കില്ലല്ലോ. ഞങ്ങളുടെ ചില വാർഡുകൾ അവർ പിടിച്ചെടുത്തു, ഞങ്ങളുടെ ചില പാളിച്ചകളും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ചിലത് പ്രശ്നമുണ്ടായി. പക്ഷേ അവരുടെ കോട്ടകളിൽ അവർ വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് BS ഉണ്ടായിരുന്നപ്പോൾ ഈ ഇടതുപക്ഷ ശബ്ദം കുറച്ച്, ഇടതുപക്ഷമെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന ഒരു ശബ്ദം കുറച്ച് കൂടുതൽ സജീവമായിട്ട് വരുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രാജേഷ് തുടങ്ങുന്നത് തന്നെ SFI പ്രവർത്തകനായിട്ടാണ്. അല്ല, എനിക്കന്ന് VS ഒന്നും അറിയില്ല. അന്ന് VS അച്യുതാനന്ദനെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അവസാനത്തെ VS മാത്രമല്ലല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ശബ്ദം VS മാത്രമൊന്നുമല്ലല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ശബ്ദം ഒരുപാട് ശബ്ദമുണ്ടായിരുന്നു. പിന്നെ അത് നേർത്തൊരു VSൽ മാത്രം നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഇടതുപക്ഷ കുടുംബമാണ്. വളരെ ശക്തമായിട്ടുള്ള അങ്ങനെ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ, ഇപ്പോൾ ഇടതുപക്ഷം ഇല്ലാതായിട്ടാണ് ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ BJP വളർന്നത്. BJP വളരണമെങ്കിൽ BJPയുടെ അടിത്തറ വർദ്ധിപ്പിക്കുകയും BJPയുടെ ആശയങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് കടന്നു കയറുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഗം. രാഷ്ട്രീയത്തിന്റെ വോട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ചോദിക്കും, താങ്കൾ ജില്ലാ പ്രസിഡന്റും ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ ഈ ഇലക്ഷൻ എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യതകൾ നോക്കി കാണുന്നത്? തിരുവനന്തപുരത്ത് ഇപ്പം നിങ്ങൾ എന്നെപ്പോലെയോ ഇല്ല, ഇപ്പോൾ എന്നെക്കാലോ പരിശോധിച്ച് കാണും, ഒരു 30,000 വോട്ട് കിട്ടാത്ത ഒരു മണ്ഡലവും തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ BJPക്കില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രാജഗോപാൽ നെയ്യാറ്റിങ്കര മത്സരിച്ചപ്പോൾ ആദ്യം ഒരു 30,500 കിട്ടി. അരുവിക്കരായപ്പോൾ 35,000 ആയി. അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ രാജീവ് ചന്ദ്രശേഖർ 40,000 വോട്ടൊക്കെ നെയ്യാറ്റിങ്കര കോവളം പാറശാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പാർലമെൻറ്റ് മത്സരിച്ച് 30,000 ക്രോസ് ചെയ്തു. വാമനപുരം, വർക്കല പലപ്പോഴും ക്രോസ് ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ ഞങ്ങൾ 2ാം സ്ഥാനമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളും 30,000 വോട്ടിൽ കൂടുതലാണ്. അതിൽ പല മണ്ഡലവും 45,000 50,000 വോട്ടുള്ളതാണ്. അപ്പോൾ ഈ 14 മണ്ഡലങ്ങളും ഒരു സാഹചര്യത്തിൽ വേറൊരു സാഹചര്യത്തിൽ BJPക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു 10,000 വോട്ടോടെ വ്യത്യാസം വന്നാൽ മതി. പറഞ്ഞില്ലേ, എല്ലായിടവും ഒറ്റയടി ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 30,000 മുതൽ 40,000 വരെ വോട്ട് എല്ലായിടത്തും ഉണ്ട്. ചിലയിടത്ത് 50,000 ക്രോസ് ചെയ്യും. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടമൊക്കെ 50,000 ക്രോസ് ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഒരു വേവ് വന്നു കഴിഞ്ഞാൽ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. BJP ജയിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കിയാൽ അവിടെ എല്ലാം മൂന്നാമത് കോൺഗ്രസ് ആണ്. പൊതുവെയുള്ള എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കും, അസംബ്ലി മണ്ഡലങ്ങളിൽ. അപ്പോൾ ഈ BJPയുടെ ഏറ്റവും പരാജയപ്പെടുത്താൻ ഏറ്റവും എളുപ്പം CPMനെയാണോ അതോ കോൺഗ്രസിനെയാണോ? അത് ഡിപ്പെൻസാണ്, സാഹചര്യമാണ്. അതായത് ഇപ്പോൾ പാർലമെൻറ്റ് എടുക്കുമ്പം ഞങ്ങൾ വരുന്ന എല്ലായിടത്തും LDF 3ാം സ്ഥാനത്താണ്.
പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഞങ്ങളെക്കാളും ഏകദേശം ഒരു 1.5-2 ലക്ഷം വോട്ട് കുറവാണ് LDF തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ. ഞങ്ങളെക്കാളും കുറവാണ്. അവിടെ LDF 3-ാം സ്ഥാനത്താണ്. കോർപ്പറേഷനിൽ ഞങ്ങൾ കൂടുതലും പരാജയപ്പെടുത്തിയിരിക്കുന്നത് LDF. ഞങ്ങൾ പിടിച്ച 20 സീറ്റിൽ എനിക്ക് തോന്നുന്നു 15 സീറ്റ് LDFൻ്റെ സീറ്റാണ്. അതിൽ കൂടുതൽ CPMൻ്റെ സീറ്റാണ്. 3-4 സീറ്റ് മാത്രമേ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ അസംബ്ലിയിൽ വരുമ്പോഴേക്കും ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഞങ്ങൾ മുമ്പിൽ വരും 3-ാം സ്ഥാനത്ത്. അപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പാറ്റേൺ ആണ്. BJP വളരാൻ LDFനെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കിയത്? അങ്ങനെയില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ചില പ്രാദേശികമായിട്ടൊക്കെ അങ്ങനെയുള്ള ചിന്താഗതികളും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. BJP ജയിക്കാൻ വേണ്ടി BJP അങ്ങ് ശക്തമായിട്ട് മുമ്പോട്ട് പോകുക. BJP ആണ് ഓൾട്ടർനേറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൈവിട്ടിട്ട് ജനങ്ങളെ അങ്ങ് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഉണ്ടല്ലോ ജയിക്കുന്നത്. ഇപ്പം ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്താൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം വരുമോ? ഞാൻ മത്സരിച്ച സ്ഥലത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നല്ലൊരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ നിരവധിയുണ്ട്. ആ ബൂത്തിലൊക്കെ BJP ലീഡ് ചെയ്തു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് വ്യാപകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ 50 കൗൺസിലർമാർ ജയിച്ചതിൽ നല്ലൊരു ശതമാനം കൗൺസിലർമാർക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല എങ്ങനെ ജയിക്കണത്? ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാനിഫെസ്റ്റോ കാണുമ്പോഴെല്ലാം വികസിത അനന്തപുരി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും അധികം പ്രൊജക്ട്. ഇപ്പൊ നിങ്ങൾ ഇറക്കിയ ആ ഒരു റോഡ് മാപ്പിലടക്കം ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് കാണുന്നത്. പക്ഷേ അതിനുശേഷം, ഈ വിജയത്തിന് ശേഷം ഇപ്പൊ റീസെന്റ് നടക്കുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ വികസനം എന്നുള്ളത് 3 ഘടകങ്ങളിൽ ഒന്നായിട്ടാണ് മാറുന്നത്. ഒന്ന് വിശ്വാസം, ഒന്ന് സുരക്ഷിതത്വം, അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പവേഴ്സിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിനെ രക്ഷിക്കുക എന്ന് പറയുന്നത്, ആൻഡ് ദെൻ ഡെവലപ്മെന്റ്. അങ്ങനത്തെ ഒരു ലൈനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വികസനം ബാക്ക് സീറ്റിലേക്ക് വരികയാണോ ഒരു പാർട്ടി ഒരു പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ? ശരി, താങ്കൾ ചോദിച്ച ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 25 ദിവസമാണ് ആയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ഭരണസമിതി വന്നിട്ട്. ഈ 25 ദിവസത്തെ പ്രവർത്തനം അങ്ങ് വിലയിരുത്തിയിട്ട് ഞങ്ങൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ദിവസത്തെ വർക്ക് വികസനം എന്നുള്ള കാര്യത്തിൽ നിന്നും മാറി, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും മാറി, ജനുവരി 26-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ നിമിഷം വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ വർക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ ടോട്ടൽ എടുത്തിട്ട് അങ്ങ് പറയണം ഏത് ആക്ടിവിറ്റിയിലാണ് അങ്ങക്ക് അത് ഫീൽ ചെയ്തത്. ഡിസംബർ 26 മുതൽ ഇന്ന് ജനുവരി 21 വരെയുള്ള പ്രവർത്തനം അങ്ങ്, ഞാനിവിടെ ഇരിക്കില്ല, നേതൃത്വം കൊടുക്കുന്ന ആൾ, ഇത് ഏത് ആക്ടിവിറ്റിയിലാണ് അങ്ങക്ക് അത് ഫീൽ ചെയ്തത്? തിരിച്ചെൻ്റെ ചോദ്യം. വെയിറ്റ്. ഈ ഭരണത്തിന് ബേസ് ചെയ്താണല്ലോ അങ്ങ് ചോദിച്ചത്. അല്ല, കോർപ്പറേഷന്റെ കാര്യത്തിലല്ല. അല്ലല്ല, ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് ചോദിച്ചത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വികസിത അനന്തപുരി എന്ന ലക്ഷ്യം, ഞാൻ പറയട്ടെ, വികസിത അനന്തപുരി എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഭരണത്തിലെത്തിയത്. അതിനുശേഷം താങ്കൾ പറഞ്ഞ 3 സ്ലോഗൻ, അതിലേക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ടോ? വികസനം 3-ാം സ്ഥാനത്തേക്ക് പോയെന്നാണ് താങ്കൾ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വികസിത അനന്തപുരി എന്നുള്ള പ്ലാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കോർപ്പറേഷൻ ഇലക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് ഭരണം ലഭിച്ചതിൽ നല്ലൊരു ശതമാനം ആ ബാക്കപ്പിൽ തന്നെയാണ്. അതിൽ നിന്നും അത് 3-ാം സ്ഥാനത്തേക്ക് അങ്ങ് പോയോന്ന് അങ്ങ് ചോദിക്കണമെങ്കിൽ ഞങ്ങളുടെ 25 ദിവസത്തെ ഭരണത്തിൽ അത് 3-ാം സ്ഥാനത്താക്കിയായിട്ട് എവിടെയെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യണം. ഇത്രയും ദിവസത്തിൽ ഏത് ദിവസത്തെ ഏത് ആക്ടിവിറ്റിയിൽ, അല്ലെങ്കിൽ മേയറുടെയോ ഞങ്ങളുടെ കൗൺസിലർമാരുടെ ഏത് സംസാരത്തിലാണ് അത് 3-ാം സ്ഥാനത്ത് പോയി അങ്ങ് ഫീൽ ചെയ്തത്? ഈ ഒരു പാർട്ടി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അല്ല, പാർട്ടി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാം. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞത്. പാർട്ടി ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണം ഞങ്ങൾക്ക് ലഭിച്ചു. അതിന് അതിൻ്റെ പ്രാഥമികമായിട്ട് ഈ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് ഭരണം കൊണ്ടുപോകേണ്ട കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ്. BJP അതിന് ബാക്കപ്പ് ചെയ്യും. പിന്നെ BJPയുടെ സംസ്ഥാന ഘടകമെന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകമല്ല. 6 കോർപ്പറേഷനും 1000 പഞ്ചായത്തും 100 മുനിസിപ്പാലിറ്റി, ഏകദേശം ജില്ലാ പഞ്ചായത്തുകളൊക്കെ ഉള്ളതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. അത് തിരുവനന്തപുരത്ത് പറഞ്ഞ സ്ലോഗൻ ഇതാണ്. കെൻഡേർ കേരളയിൽ അസംബ്ലി ഇലക്ഷന് വേണ്ടി പറയുന്ന സ്ലോഗൻ വേറെ ആയിരിക്കും. തിരുവനന്തപുരത്ത് പറയുന്ന ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് കേരള സംസ്ഥാന ഭരണത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കോഴിക്കോട് പറഞ്ഞ ഈ മുദ്രാവാക്യമല്ല. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു, അടുത്ത ഇലക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ പാർട്ടിക്ക് അടുത്ത മുദ്രാവാക്യം. നമ്മൾ കോഴിക്കോട്ടത്തും എറണാകുളത്തും കേൾക്കാത്തതാണ് നമ്മൾ വികസന തിരുവനന്തപുരത്ത് മാത്രം നിൽക്കുന്നത്. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു പെർസ്പെക്റ്റീവിലേ പറയാൻ സാധിക്കുള്ളൂ.
നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷന്റെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് വികസനം വികസിത് എന്നുള്ളതായിരുന്നു ആയിരുന്നു. primary. ആ പക്ഷെ ഇപ്പോ വന്ന സ്ലോഗണില്, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു സുരേഷിന്റെ പത്രസമ്മേളനത്തിലൊക്കെ ഞാൻ പറയാം. ഞാൻ പറയാം ഒരു പൊളിറ്റിക്കൽ പാർട്ടി കറണ്ട് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു പോളിസി ഉണ്ടാവും. നിങ്ങൾ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ ആ പോളിസി വെച്ച് മാത്രം എല്ലാ ദിവസവും വാർത്ത എഴുതാൻ പറ്റുമോ? നിങ്ങൾ നാളെ ശാസ്ത്രമംഗലത്ത് കാണുന്നത്, നാളെ തിരുവനന്തപുരത്ത് കാണുന്നത്, നാളെ ചെന്നൈ കാണുന്നത്, ഡൽഹിയിലുള്ള കറണ്ട് പൊളിറ്റിക്സ് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്തല്ലേ വെക്കുള്ളൂ. ഞങ്ങൾ വികസനം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പറയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ വികസനം വികസനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഇരിക്കാൻ പറ്റുമോ? ആ രാഷ്ട്രീയ പാർട്ടി പിറ്റേന്ന് രാവിലെ എൻ്റെ മുമ്പിൽ എന്ത് സംഭവിക്കും? ഞാൻ അഡ്രസ്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ വികസനത്തിന് ഞങ്ങൾക്ക് ബാക്കപ്പ് കിട്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ് BJPയുടെ എല്ലാ നേതാക്കന്മാരും വികസനം വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നടക്കില്ല. അപ്പോൾ അതിൽ ബേസ് ഇനി അത് പറഞ്ഞൊരു ഭരണം കിട്ടി. ആ ഭരണത്തിൽ ഞങ്ങൾ അതിൽ നിന്നും പുറകോട്ട് പോയെങ്കിൽ ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് അതാത് മണിക്കൂറിൽ ഉണ്ടാകുന്ന കറണ്ട് പൊളിറ്റിക്സിന് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ കൂടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചോദിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെ വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന സമയത്ത് അദ്ദേഹം ഫോക്കസ് ചെയ്ത മുഴുവൻ വികസനം എന്നുള്ളൊരു അജണ്ടയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള പാർട്ടിക്കകത്തെ പൊളിറ്റിക്സ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന കുറേ പേര് വികസനം മാത്രം പോരാ, നമ്മൾ കറണ്ട് ഇഷ്യൂസും നമ്മുടെ ഒരു കോർ ഏരിയാസും ഒക്കെ ഹൈലൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷന്റെ സമയം വന്നപ്പോൾ വികസനം മാത്രമല്ല, നമ്മുടെ BJPയുടേതായ ഒരു ഐഡിയോളജി, പിന്നെ ഈ കമ്മ്യൂണൽ ഫോഴ്സസിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ, ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ, ഇങ്ങനെ പല പല സാധനങ്ങൾ വരുന്നുണ്ട്. അതാണ് BJPയുടെ ഒരു ഷിഫ്റ്റും കൂടെയാണ്. അല്ല, രാജീവ് ചന്ദ്രശേഖർജി വികസിത കേരളം, വികസിത തിരുവനന്തപുരം എന്നുള്ള സ്ലോഗൻ വെച്ച് ഒരു കളക്റ്റീവ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത്. അത് ചിലപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കും അത് പറയുന്നത്, ചിലപ്പോൾ വക്താക്കളായിരിക്കും, ചിലപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പം നരേന്ദ്രമോദിജിയുടെ എല്ലാ പ്രവർത്തനവും രാജ്യം വികസിക്കണമെന്നുള്ള അർത്ഥത്തിലൂന്നി തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. പക്ഷേ നരേന്ദ്രമോദി ഓരോ ദിവസവും ഓരോ സ്ഥലത്തും അതിനനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സ്ലോഗൻസ് റൈസ് ചെയ്യാറുണ്ട്. ആസാമിൽ പോകുമ്പോൾ ആസാമിൻ്റെ പശ്ചാത്തല രാഷ്ട്രീയം പ്രസംഗിക്കും, പാർലമെൻറ്റ് വരുമ്പോൾ പാർലമെൻറ്റ് പ്രസംഗിക്കും, അമേരിക്കയിൽ പോകുമ്പോഴേക്കും അവിടുത്തെ കറണ്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ സെനാരിയോയിൽ എന്ത് പറയണമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർജി വികസനത്തിൽ ഊന്നു നിൽക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കാനുള്ള ഒരു വെഹിക്കിളാണല്ലോ പൊളിറ്റിക്കൽ പാർട്ടി. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ പറയണോ അത് പറയും എന്ന് കരുതിയിട്ട് വികസനത്തിൽ നിന്ന് മാറി എന്ന് പറയാൻ സാധിക്കില്ലല്ലോ.